നിങ്ങൾ ഈ നോ പെയിൻ നോ ഗെയിൻ മെന്റാലിറ്റി ഒക്കെ വെച്ചിട്ട് 6-7 വട്ടമൊക്കെ ആഴ്ചയിൽ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സമയം മാത്രമല്ല പോണത്, യു ആർ ഓൾസോ കില്ലിംഗ് യുവർ ഗെയിംസ്. ഞാൻ ലാസ്റ്റ് ഫീൽഡ് കട്ടിൽ ചെയ്യാനതും ഈ കട്ടിൽ ഞാൻ പ്രോപ്പറായിട്ട് ചെയ്തതായ വേറൊരു കാര്യമാണ് പ്രോപ്പർ ആയിട്ടുള്ള വർക്കൗട്ട് വോളിയം ഫോളോ ചെയ്യുന്നത്. സോ ദിസ് ഇസ് മൈ ഡേ 10 ഓഫ് ഫൈനലി ഗെറ്റിംഗ് ദാറ്റ് അബ്സലൻസ്. നോ പെയിൻ നോ ഗെയിൻ മെന്റാലിറ്റി ഒക്കെ നല്ലതാണ്, ബട്ട് സ്പീഡ് കുറക്കേണ്ട സമയത്ത് സ്പീഡ് കുറച്ചില്ല എന്നാണെങ്കിൽ വണ്ടി പോയി എവിടെയെങ്കിലും ഇടിക്കും. ഈവൻ ഒരു ബൾക്കിൽ പോലും 6-7 വട്ടമൊക്കെ ജിമ്മിൽ പോകുന്നത് ഈസ് യൂഷ്വലി ആൻ ഓവർ കിൽ. ബട്ട് ഇത് കൂടുതൽ പ്രോബ്ലം ആവണം നിങ്ങൾ ഒരു കട്ട് ചെയ്യുമ്പോഴത്തേക്കാണ്. ഒരു കാലറി ഡെഫിസിറ്റിലായിരിക്കുമ്പോഴേക്കും നിങ്ങളുടെ റിക്കവറി വിൽ ബി ലോവർ ദാൻ നോർമൽ. ലിഫ്റ്റിലൊക്കെ നിങ്ങളുടെ റെപ്പും വെയിറ്റും മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കണമെങ്കിലും 1-2 റെപ്പൊക്കെ കുറയുന്നത് ഈസ് നോർമൽ. ബട്ട് അതിൽ കൂടുതലാണെങ്കിൽ അത് യൂഷ്വലി ഒരു റെഡ് ഫ്ലാഗ് ആണ്. ബൾക്കിൽ ചെയ്ത ആ സെയിം വോളിയം തന്നെ നിങ്ങൾക്ക് കട്ടിൽ ടോളറേറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. നിങ്ങൾ ഒരു കട്ട് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ വർക്കൗട്ട് റൂട്ടീൻ കംപ്ലീറ്റ്ലി മാറ്റണമെന്നല്ല ഞാൻ പറയുന്നത്. ബട്ട് നിങ്ങളുടെ റിക്കവറി നോക്കിയിട്ട് 1-2 സെറ്റ് കുറക്കണതിൽ പ്രശ്നമല്ലെന്നാണ് ഞാൻ പറയുന്നത്. ബട്ട് റിക്കവറി ഒക്കെ പ്രോപ്പർ ആയിട്ട് ആവണമെന്ന് അറിയാൻ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ വർക്കൗട്ടുകളെല്ലാം ലോഗ് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അതിന് നിങ്ങളുടെ നോട്ട്സ് ആപ്പോ അല്ലെങ്കിൽ ഒരു ബുക്ക് ഒക്കെ യൂസ് ചെയ്യാം. ബട്ട് അതിനേക്കാളൊക്കെ ഫാർ ബെറ്റർ ഒരു ആപ്പ് യൂസ് ചെയ്യുന്നതാണ്. ഞാനിപ്പോൾ പേഴ്സണലി യൂസ് ചെയ്യുന്ന ആപ്പും അത് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് അറിയാനായിട്ട് നിങ്ങളുടെ ഫേവറേറ്റ് എക്സസൈസ് നിങ്ങളൊന്ന് കമന്റ് ചെയ്താൽ. സോ ബെഞ്ച് പ്രസ് ആണെങ്കിൽ ജസ്റ്റ് കമന്റ് ഡൗൺ ബെഞ്ച് പ്രസ്. അപ്പോൾ ഓക്കെ, ബൈ.